അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തായി മുഹിബ്ബീങ്ങൾ, നിങ്ങൾക്കെല്ലാവർക്കും സുഖം തന്നെയല്ലേ? എൻ്റെ ഈ ചാനലുമായി സഹകരിക്കുന്ന എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ. നമ്മുടെ കുടുംബ ജീവിത വിജയത്തിന് ഭർത്താക്കന്മാർക്കിടയിലുള്ള സ്നേഹവും ഐക്യവും സമാധാനവും എല്ലാം ഉണ്ടാവാൻ ഭാര്യമാർ ശ്രദ്ധിക്കേണ്ട, ഭാര്യമാർക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ് ഇവിടെ പറയാൻ പോകുന്നത്. ഇങ്ങനെ ചെയ്താൽ, ഭർത്താക്കന്മാർക്കിടയിൽ ഭാര്യമാർ ഇങ്ങനെ ചെയ്താൽ കുടുംബജീവിതത്തിൽ നല്ല വിജയവും സമാധാനവും എല്ലാം ഉണ്ടാവുന്നതാണ്. ഒന്ന്, നിങ്ങളോട് ഭർത്താവ് സലാം പറഞ്ഞാൽ അത് പുഞ്ചിരിച്ചുകൊണ്ട് മറുപടി കൊടുക്കുക. നിങ്ങൾക്കിടയിൽ, ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ പിശാച് കടന്നു വരുന്നതിനെ തടയപ്പെടുന്നതാണ്. 2, ഭർത്താവിനോട് എപ്പോഴും സൂക്ഷ്മതയോടെ സംസാരിക്കുക. 3, ഭർത്താവിനെ നിങ്ങൾക്ക് ഉപദേശിക്കണമെന്നുണ്ടെങ്കിൽ വളരെ റൊമാൻറ്റിക്കായ സ്നേഹം നിറഞ്ഞു കവിഞ്ഞിരിക്കുന്ന സമയത്ത് ക്ഷമയോടെ ഉപദേശിക്കുക. 4, ഭർത്താവിനോട് എപ്പോഴും ബഹുമാനത്തോടെ പെരുമാറുക. 5, ഭർത്താവ് കടന്നു വരുമ്പോൾ ഭാര്യ എഴുന്നേറ്റ് നിന്ന് സ്വീകരിച്ച് അവരോട് സ്നേഹം പ്രകടിപ്പിക്കുക. 6, ഭാര്യ കാർക്കശ്യ നിലപാടുകൾ ഒഴിവാക്കുക. കാർക്കശ്യ നിലപാടുകൾ കാരണം നിങ്ങളുടെ കുടുംബജീവിതം തകരാൻ തന്നെ, താറുമാറാവാൻ തന്നെ കാരണമാവും. 7, തൻ്റെ ഭർത്താവിന് ഇഷ്ടമുള്ള ബഹുമാനമുള്ള പേരുകളിൽ വിളിക്കുക. 8, ഭർത്താവ് ഭാര്യയ്ക്ക് എന്തു നൽകിയാലും പുഞ്ചിരിയോട് പരാതിയോ പരിഭവമോ പറയാതെ സ്വീകരിക്കുക. നല്ല അഭിപ്രായങ്ങൾ പറയുകയും ചെയ്യുക. 9, ഭർത്താവിനെ ഒരു കാരണവശാലും ഒരാളുടെ മുന്നിലും അപമാനിക്കാതിരിക്കുക. 10, ഭർത്താവിൻ്റെ കുറ്റങ്ങളെയും കുറവുകളെയും അംഗീകരിക്കുക. എപ്പോഴും ഭർത്താവിൻ്റെ കൂടെ നിൽക്കുക. 11, മറ്റുള്ളവരുടെ മുമ്പിൽ എൻ്റെ ഭർത്താവ് നല്ല സ്വഭാവത്തിനുടമയാണെന്ന് പ്രകീർത്തിക്കുക. 12, ഭർത്താവ് യാത്ര കഴിഞ്ഞ് വീട്ടിൽ കയറി വരുമ്പോൾ ഭാര്യ ഭർത്താവിന് സ്നേഹചുംബനം നൽകുക. അതിനൊരു നാണം നിങ്ങളെ ഭർത്താവാണ്, നിങ്ങൾ നിക്കാഹ് കഴിച്ചു കൊണ്ടുവന്നവരാണ്. അപ്പം അവർക്ക് ഒരു സ്നേഹചുംബനം കൊടുക്കുന്നത് തെറ്റൊന്നുമല്ല. ഭർത്താവിന് നിങ്ങളെ സ്നേഹം ഇരട്ടിപ്പിക്കാൻ ഏറ്റവും നല്ലൊരു കാര്യമാണ്. അതുപോലെ തന്നെ 13ാമത്തെ കാര്യം, ഭർത്താവിൻ്റെ ജീവിത സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെട്ട് ജീവിക്കുക. 14, ഭർത്താവ് വീട്ടിലുള്ള സമയത്ത് വൃത്തിയുള്ള വസ്ത്രം ധരിക്കുക. ഉറങ്ങാൻ പോകുമ്പോൾ സുഗന്ധം പൂശുകയും ചെയ്യുക. 15, ഭർത്താവിൻ്റെ വേദനകളും വിഷമങ്ങളും ക്ഷമയോടെ ഭാര്യ കേൾക്കുക. സ്നേഹം നിറഞ്ഞ വാക്കുകൾ പറഞ്ഞ് ഭാര്യ ഭർത്താവിനെ ആശ്വസിപ്പിക്കുക. 16, ഭർത്താവിൻ്റെ സംസാരത്തിൽ വരുന്ന നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ മനസ്സിൽ നിന്ന് ഒഴിവാക്കി കളയുക. 17, ഭാര്യ ക്ഷമയുള്ളവൾ ആയി ആവുക. 18,
സ്വന്തം വീട്ടുകാരുടെ സന്തോഷത്തേക്കാൾ ഭർത്താവിൻ്റെ സന്തോഷത്തിന് വില നൽകുക. 19. ഭാര്യ ഭർത്താവിന് അവരുടെ സുഖത്തിനും സന്തോഷത്തിനും ആരോഗ്യത്തിനും വേണ്ടി പ്രത്യേകം ദുആ ചെയ്യുക. 20. നിങ്ങൾ ഭർത്താവിന് വേണ്ടി എന്തു ചെയ്യുമ്പോഴും അത് ഔദാര്യം അല്ല, മറിച്ച് കടമയാണെന്ന് അറിയിക്കുക. 21. ഭർത്താവിൻ്റെ കൂടെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്കിടയിലുള്ള ഈ ദാമ്പത്യ ജീവിതത്തിനിടയിൽ സ്നേഹവും ഐക്യവും സമാധാനവും നൽകട്ടെ. ഒരുപാട് ദമ്പതിമാർ പല നീറുന്ന പ്രശ്നങ്ങളാൽ കഴിയുന്നവരുണ്ട്. അവർക്കിടയിൽ അല്ലാഹു സമാധാനം നൽകട്ടെ. എല്ലാ പിണക്കങ്ങളും മാറ്റി യോജിപ്പിക്കട്ടെ. അല്ലാഹു എല്ലാം കൊണ്ട് ഖൈർ പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.